നിശ്ചയമായും അമേരിക്ക ഇന്ത്യയോട് കാണിച്ച അനീതിയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഈ വന്ന മനുഷ്യരെന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, അല്ലെ, അനധികൃത കുടിയേറ്റക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ പൗരന്മാരാണ്. അപ്പോൾ ആ പൗരന്മാരോട് ഈ അമേരിക്ക കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം അനീതിയാണെന്ന തരത്തിലുള്ള സംശയമില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 40 മണിക്കൂറാണ് ഈ യാത്ര എന്ന് പറയുന്നത്. 40 മണിക്കൂറിനകത്ത് ഒരു ടോയ്ലറ്റ് ബ്രേക്കാണുള്ളത്, ഒറ്റ ടോയ്ലറ്റ് ബ്രേക്ക്. ആ ടോയ്ലറ്റ് ബ്രേക്കിൽ തന്നെ എങ്ങനെയാണ് അവരെ കൊണ്ടുപോയത്? ഈ വന്ന ആളുകൾ അവരുടെ അനുഭവം വിശദീകരിക്കുമ്പോൾ അവരെ ഇപ്പം നമുക്കറിയുന്നത് പോലെ ഹാൻഡ് കഫ്സ് ഉപയോഗിച്ചിരുന്നു, അല്ലേ, 2 കൈയിലും വിലങ്ങിട്ടിരുന്നു, കാലിൽ ചങ്ങലയിട്ടിരുന്നു. എന്നിട്ട് അവരെ ഈ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയത് വലിച്ചിഴച്ചുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. ഈ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുള്ള മനുഷ്യർക്ക് പിന്നെ എങ്ങനെയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുക? 40 മണിക്കൂർ അവരെ അങ്ങനെ ഇരുത്തിയെന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, 1 ഇഞ്ച് പോലും അനങ്ങാൻ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 1999 കാൻഡഹാറിലേക്ക് ഒരു പ്ലെയിൻ ഹൈജാക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ. ആ കാൻഡഹാറിലേക്കുള്ള പ്ലെയിൻ ഹൈജാക്കിൽ പെട്ടിട്ട് തിരിച്ചു വന്ന മനുഷ്യർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിനിലുള്ള മനുഷ്യരെ മുഴുവൻ തലകുനിച്ചിങ്ങനെ ഇരിക്കാനാണ് പറയുക. തലകുനിച്ച് കൈയും ചുരുട്ടി ഇരുന്നു കൊള്ളണം. ആരെങ്കിലും തല ഉയർത്തിയാൽ പിന്നിൽ നിന്ന് വലിയ മർദ്ദനമാണ് ഉണ്ടാവുക. ആ രീതിയിലല്ലേ ഇങ്ങോട്ടേക്ക് ഈ ആളുകളെ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ, സാധാരണഗതിയിൽ അമേരിക്ക ഒരിക്കൽ പോലും അവർ ഡിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മിലിറ്ററി വിമാനങ്ങളിൽ കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ്. അതൊരു സിവിലിയൻ പ്രൊസീജിയറാണ്. ഈ പാസഞ്ചർ ഫ്ലൈറ്റിൽ തന്നെയാണ് കൊണ്ടുപോകുക. ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് ട്രംപ് അത് ചെയ്യുന്നത്? 2ാം വരവിൽ ട്രംപ് വളരെ അഗ്രസീവാണെന്ന് കാണിക്കാനുള്ള ശ്രമം തുടക്കം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ ഒരു പോളിസിയാണ്. അതിപ്പം ചൈനയ്ക്കെതിരായിട്ട്, കാനഡയ്ക്കെതിരായിട്ട്, മെക്സിക്കോയ്ക്കെതിരായിട്ട് ഒക്കെ തന്നെയും വലിയ ടാരിഫുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ പ്രൈഡ് ഉയർത്താൻ വേണ്ടി ട്രംപ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്, സമ്മതിച്ചു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണെന്നാണല്ലോ ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും 2019 ഹൂസ്റ്റണിലും അതിനുശേഷം ഗുജറാത്തിലും ഒരേ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്ന് നരേന്ദ്രമോദി പറയുന്നു. നരേന്ദ്രമോദി ഏറ്റവും ലോയലായ ഫ്രണ്ടാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അങ്ങനെ വളരെ അടുത്ത വ്യക്തിപരമായ സൗഹൃദം നിലനിൽക്കുന്ന സമയത്താണ് ഈ രീതിയിലൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജയശങ്കർ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 2009 മുതൽ, ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല, 2009 മുതൽ ഈ ആളുകളെ ഇങ്ങനെ മാറ്റുന്നുണ്ട്, ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ 2009 ഒരു പ്രസക്തി എന്താ? 2009 ഇന്ത്യ ഭരിക്കുന്നത് UPA ഗവൺമെൻറ്റാണ്. അതായത് കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു നടാടെ സംഭവിച്ച കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു വിമാനം, യുദ്ധവിമാനം ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് വരുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ലല്ലോ. അമേരിക്ക ഇന്ത്യയിലേക്ക് ഒരു യുദ്ധവിമാനം അയക്കേണ്ട ഒരു സാഹചര്യവും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയാം? അതിനകത്തൊരു മോശപ്പെട്ട സന്ദേശമുണ്ട്. ഒരു മിലിറ്ററി ഫ്ലൈറ്റ് വരിക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ധാർഷ്ട്യമുണ്ട്, അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. പിന്നെ മിലിറ്ററി ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അതുകൂടി ജയശങ്കർ ഇന്ന് രാജ്യസഭയിൽ പറയുന്നുണ്ട്. ഈ മിലിറ്ററി ഫ്ലൈറ്റിനകത്ത് റെസ്ട്രെയിൻസ് ഉണ്ടെന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ പാസഞ്ചർ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം അയാളൊരു പാസഞ്ചറാണ്. ഈവൻ ദോ ഹീസ് എൻ ഇല്ലീഗൽ മൈഗ്രൻറ്റ്, ഹീസ് എ പാസഞ്ചർ ഓർ ഷീസ് എ പാസഞ്ചർ. ഇവിടെ ഒരു മിലിറ്ററി ഫ്ലൈറ്റിനകത്തുണ്ടല്ലോ ഒരു ക്യാപ്റ്റീവാ. നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്, ഒരാളെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഹാൻഡ് കഫ്സ് വരും, ചങ്ങല വരും, ഈ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങേയറ്റം അനീതിപൂർണ്ണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മറ്റൊരു ആസ്പെക്റ്റുണ്ട്. നമ്മളിപ്പോൾ ആദ്യം തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യം, ഒരു തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രേഷനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ലോ ഉണ്ടെന്നേ. ഇൻ്റർനാഷണൽ ലോയിൽ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് അതിൻ്റെ പൗരന്മാരെ കടന്നു കയറാൻ അനുവദിച്ചുകൂടാ. 2 ഭാഗത്തും തുല്യ ഉത്തരവാദിത്വമുള്ളൊരു പ്രോസസ്സാണ്. അക്കാര്യത്തിനകത്ത് കൂടുതൽ ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള മൈഗ്രൻസ് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആസ് എ നേഷൻ ഇന്ത്യക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമിഗ്രൻസ് വരുന്ന പ്രശ്നമുണ്ടല്ലോ, അത് വലിയ ഒരു പ്രശ്നമായിട്ട് ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. അഭയാർത്ഥികളും അനധികൃത കുടിയേറ്റക്കാരും രണ്ടും രണ്ടാണ്. ഇപ്പോൾ റോഹിംഗ്യൻ ആളുകളെ നമ്മൾ അഭയാർത്ഥികളായിട്ട് എടുക്കുന്നുണ്ട്, ടിബറ്റിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ അഭയാർത്ഥികളായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിലേക്ക് അവരുടെ പൗരന്മാരെ കടന്നു കയറാനോ ഇല്ലീഗലായി മൈഗ്രേഷൻ നടത്താനോ അനുവദിക്കാൻ പാടില്ല. പക്ഷേ ഈ അമേരിക്കൻ മൈഗ്രേഷൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ എത്ര റിസ്ക് എടുത്തിട്ടാണെന്ന് അറിയാം ആളുകൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മെക്സിക്കോ വഴി, അതേപോലെ തന്നെ കാനഡ വഴിയൊക്കെ വലിയ ഫ്രീസിങ് കോൾഡിലൊക്കെ ആളുകൾ ഈ പറയുന്ന മൈഗ്രേഷൻ്റെ സമയത്ത് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് ആളുകൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലേ നമ്മുടെ രാജ്യം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കൂടി നമ്മൾ അതിനെ കാണണ്ടേ. ഞാൻ അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് പറഞ്ഞത്. ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ആളുകൾ ഇത്രയും ധാരാളമായി, ഏറ്റവും അവസാനത്തെ കണക്കെന്താണെന്നറിയോ?
കഴിഞ്ഞ വർഷത്തെ US കണക്കനുസരിച്ച് 7,25,000 ഇന്ത്യൻ മൈഗ്രൻസ് ആണെന്ന് അവിടെ ഉള്ളത്. 7,25,000 അൺഡോക്യുമെൻറ്റഡ് ഇന്ത്യൻ മൈഗ്രൻസ് ആവുള്ളത്. അപ്പോൾ ഇത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് എന്തുകൊണ്ട് കുടിയേറുന്നു? 2-3 കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ 2 കോടിയാണ് ഒരു വർഷം രാജ്യത്ത് തൊഴിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് അല്ലേ? ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഒരു വർഷം 2 കോടി തൊഴിൽ കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 10 കോടി ആളുകൾക്ക് തൊഴിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞു. 10 10 വർഷമാകുമ്പോൾ 20 കോടി ആളുകൾക്ക് തൊഴിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞു. തൊഴിലില്ലായ്മയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വിഷയം. BJPക്ക് തിരിച്ചടിയായത് ഈ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാകുമ്പോഴത്തേക്കുണ്ടല്ലോ ആളുകൾ ഇത്തരത്തിലുള്ള മൈഗ്രേഷൻസ് നടത്തുന്ന ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു മൈഗ്രൻ്റ് പറഞ്ഞ എന്താ അറിയോ, ഞാൻ കൃഷിപ്പണി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, കൃഷി മൊത്തം നശിച്ചു, ഞാൻ എൻ്റെ ഭാര്യയോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും കടന്ന് അമേരിക്കയിലെത്തിയിട്ട് വളരെ ഫ്ലറിഷിംഗ് ആയ ഒരു ജീവിതം ഉണ്ടാക്കി തിരിച്ചു വരും എന്നുള്ള ഭാര്യയോട് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന അതിർത്തിയൊക്കെ നുഴഞ്ഞു കയറി അപ്പുറത്തേക്ക് ചെന്നെത്തിയെന്നുള്ളത്. ഇതൊരു പ്ലൈറ്റാണ്, നമ്മുടെ ജനതയുടെ ഒരു വിഭാഗത്തിൻ്റെ വിധിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ ഇഷ്യൂ കൂടി ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ വളരെ അഗ്രസീവായിട്ട് ഈ കാര്യത്തിനകത്ത് നിലപാടെടുക്കുന്നത് ട്രംപ് ആദ്യം മുതൽ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കാനായിട്ട് ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഒന്ന് ഈ മൈഗ്രൻസിൻ്റെ പ്രശ്നമാണ്. ആ മൈഗ്രൻസിൻ്റെ പ്രശ്നം തന്നെ ആദ്യം അദ്ദേഹം പറഞ്ഞത് മെക്സിക്കോയിൽ നിന്നുള്ള കടന്നുകയറ്റം നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. അതിനകത്ത് അമേരിക്ക മെക്സിക്കൻ അതിർത്തിയിൽ ഒരു വലിയ മതിൽ പണിയുമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തോടുകൂടിയാണ് ട്രംപ് 2014 ഇലക്ഷനിൽ മത്സരിക്കുകയും 2017 അധികാരിയായിട്ട് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അമേരിക്ക വലിയ ഡിസ്ട്രസിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്കൻ ജനതയോട് പറയുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻസ് ആണ് വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ യഥാർത്ഥമുള്ള എക്കണോമിയുടെ തകർച്ച, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ഇൻസെക്യൂരിറ്റി, ഇൻസർജൻസി ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു തെറ്റായ വികാരം സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഈ പറയുന്ന ട്രംപ് 2017 അധികാരത്തിൽ വരുന്നത്. അത് ഉപയോഗിച്ചത് ഈ ഇമിഗ്രേഷൻ എന്നൊരു പ്രോബ്ലമാണ്. അത് നന്നായി നടപ്പാക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ബൈഡൻ വരുന്നത്. ആ ബൈഡൻ്റെ കാലത്തുമുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള ഡീപ്പോർട്ടിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ശശി തരൂർ പറഞ്ഞൊരു കണക്കുണ്ട്, 1100 പേരെ 1358 പേരെ കഴിഞ്ഞ വർഷം ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ. അതിന് ജയശങ്കറും രാജ്യസഭയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് 1,60,60,000 പേരെയാണ് 140 രാജ്യങ്ങളിലേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രംപ് ഡീപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തൊരു കാര്യം നോക്കിയല്ലോ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര രസകരമായൊരു കാര്യം വെച്ചാൽ ട്രംപ് ഇലക്ഷനിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അത് വ്യാജമായ ഒരു കാര്യമാണ്. ഇത് ചൈന മനഃപൂർവ്വമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രചാരണമാണ്. ചൈന സ്പോൺസർ ചെയ്യുന്ന ചില എൻവയോൺമെൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും കപടമായി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പൊല്യൂഷൻ പ്രശ്നമാക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ ഓസോൺ ലെയറിലെ പാളി ഉണ്ടാകുന്നുള്ള പ്രശ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല, ഈ ഗ്രീൻ ഗ്യാസ് എമിഷൻ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് പോകണം, അങ്ങനെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചൈനയെ എപ്പോഴും ഒരു ശത്രുവായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു രീതിയാണ്. ഇപ്രാവശ്യം നോക്കിയേ 40% ടാരിഫ് വർദ്ധിച്ചിരിക്കുന്നത്. അല്ല, ഇമ്മീഡിയറ്റ് ടാരിഫ് വർധനയാണ്. അതിനകത്ത് ഏതായാലും നമ്മൾ പെട്ടിട്ടില്ല കേട്ടോ, ഇന്ത്യ പെട്ടിട്ടില്ല. കാനഡയും മെക്സിക്കോയും ചൈനയൊക്കെയാണ് ടാരിഫ് വർദ്ധിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ 25% വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങളിനകത്ത് 40% ചൈനയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്ന ടാരിഫ് നികുതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ബജറ്റിന് ശേഷം ചില ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞത് ഈ ടാരിഫ് വർധനയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ ഇമ്പോർട്ടിൻ്റെ പലതും ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടെന്നാണ്. ടാക്സേഷൻ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ മോട്ടോർ സൈക്കിൾസ് അടക്കമുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഇമ്പോർട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട്, ടാക്സ് കുറച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്നൊരു ഭീഷണിയായിട്ട് ട്രംപ് മാറുന്നുണ്ട്. ആ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ ഉണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെ വിഷയം നമ്മളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഡീപ്പോർട്ടേഷനാണ്. ആ ഡീപ്പോർട്ടേഷനകത്ത് ഇന്ന് ജയശങ്കർ വലിയ പരാജയമായിരുന്നു കേട്ടോ. കാരണം നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കൊളംബിയൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കൊളംബിയൻ പ്രസിഡന്റ് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരുടെ എയർഫോഴ്സിൻ്റെ 2 ഫ്ലൈറ്റ് വിട്ടിട്ടാണ് അവർ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ രാജ്യത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? 5ാമത്തെ എക്കണോമിയാണ് ഓൾറെഡി നമ്മൾ. ഇനിയിപ്പോൾ ഉടനെ നമ്മൾ അങ്ങോട്ടെത്താൻ പോകുന്നതെന്നറിയാമോ? 3ാമത്തെ എക്കണോമിയാണ്. അതായത് ആഫ്റ്റർ അമേരിക്ക, ചൈന, ഇന്ത്യ ആയിരിക്കും 3ാമത്തെ ലോകത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയുടെ മുമ്പിൽ ഈ മുട്ടുമുടക്കിയത് എന്നുള്ളതാണ്. ജയശങ്കർ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അഡ്വാൻസ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, അവരിത്രയും ആളുകളെ ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു എന്നുള്ളത് ജയശങ്കർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല അടുത്ത ആഴ്ച ഇപ്പം വൈറ്റ് ഹൗസ് പറയുന്നു അടുത്ത ആഴ്ച തന്നെ ഈ പറയുന്ന വാഷിങ്ടണിലേക്ക് നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉണ്ടാകും എന്നാണ്. അങ്ങനെ ഒരു സമയത്താണ് ഈ ഡീപ്പോർട്ടേഷൻ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ലോയൽ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയോട്ട്. ഈ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമുണ്ട്, വിധേയത്വം എന്നൊരു അർത്ഥവും കൂടിയാണ്. അപ്പം നമ്മൾ വളരെ വിനീത വിധേയരായ അമേരിക്കൻ ദാസന്മാരാണോ അല്ലയോ എന്ന് ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കേണ്ട ഒരു സന്ദർഭമാണ്. അടുത്ത ആഴ്ച ഈ പറയുന്ന നരേന്ദ്രമോദി അവിടെ പോകുമ്പോൾ രാജ്യ
രാജ്യത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നു, അങ്ങേയറ്റം എന്താണ് മോശമായ രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അവർക്കുണ്ടായിട്ടുള്ള ട്രോമ വേറെയാണ് കേട്ടോ. അവരെയൊക്കെ കൗൺസിലിംഗിൽ വിടണം എന്നുള്ള ആവശ്യം കൂടി വന്നിട്ടുണ്ട്. അത്രയും വലിയ ട്രോമാറ്റിക് ആയിരുന്നു. കാരണം വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം എന്താ അറിയോ, ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഇവരെ പിടിക്കുന്നു, അവരെ അവിടെ ശിക്ഷിക്കുന്നില്ല. പിന്നെ ശിക്ഷ നടപ്പാക്കുന്നതിനകത്താണ് ഈ പറയുന്ന ഫ്ലൈറ്റിനകത്ത് നിന്നാണ്. ഈ ഫ്ലൈറ്റിനകത്ത് 40 മണിക്കൂർ ശിക്ഷിച്ച് ഇവിടെ കൊണ്ടൊന്ന് ഇറക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കൽ തന്നെയും നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന 104 പേര് നിങ്ങളുടെ രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു കയറിയവരാണെങ്കിൽ അവർ മറ്റൊരു രാജ്യത്തെ പൗരന്മാരാണ്, പൗരാവകാശങ്ങൾ ഉള്ള ആളുകളാണ്. അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നതിന് പകരം അങ്ങേയറ്റം മനുഷ്യത്വഹീനമായൊരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ അപമാനിച്ചു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നരേന്ദ്രമോദി പോയിട്ട് എങ്ങനെയാണ് ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുന്നത്, ആ ഡിപ്ലോമാറ്റിക് റിലേഷൻ എങ്ങനെയാണ് ശരിയാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വിനീതദാസന്മാരായ അമേരിക്കയുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ് വീണ്ടും അഭിമാനം കൊള്ളണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സർക്കാരാണ് ആലോചിക്കേണ്ടത്. അങ്ങേയറ്റം നീതികളാണ് കാണിച്ചത് ഇക്കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.